നമസ്കാരം സുഹൃത്തുക്കളെ. അങ്ങനെ നായന്മാരുടെ പോപ്പാണ് താൻ എന്ന് സ്വയം പ്രഖ്യാപിച്ച് നടന്നിരുന്ന വ്യക്തിയായിരുന്നു NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഇപ്പോൾ കുറച്ച് മയമൊക്കെ വന്നിരിക്കുന്നു. മൊത്തത്തിൽ അദ്ദേഹം ഒന്ന് മയപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു, അഥവാ ഭയപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയിട്ട് പുറത്തു വന്ന ഒരു പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത്, പെരുന്നയിലുള്ള മന്നം സമാധിയിൽ ആർക്കും വരാം, പക്ഷേ പ്രോട്ടോകോൾ പാലിക്കണമെന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന് സമ്മതമല്ലാത്തത്. അതായത് ചില വിശിഷ്ട വ്യക്തികളൊക്കെ വരുമ്പോൾ പ്രോട്ടോകോളിൻ്റെ ഭാഗമായിട്ട് അവിടങ്ങളിൽ ഈ പ്രത്യേകം പരിശീലനം സിദ്ധിച്ച നായ്ക്കളെ കൊണ്ട് പരിശോധിപ്പിക്കുന്ന പണിയുണ്ട്, അത് പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ നായന്മാർക്ക് എന്നു മുതലാണ് നായ ഹറാമായത് എന്ന് അറിയില്ല. എന്തായാലും അതുകൊണ്ടാണത്രേ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഒരിക്കൽ മന്നം സമാധി സന്ദർശിക്കണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹം സമ്മതിക്കാതിരുന്നത്. അതായത് പ്രോട്ടോകോളിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ വിഭാഗത്തിലുള്ള ഈ നായ്ക്കൾ ഈ മന്നം സമാധിയും മറ്റുമൊക്കെ ഒരുപക്ഷെ പരിശോധിച്ചേക്കും. അതാണ് അദ്ദേഹം അനുവദിക്കാത്തത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല എന്ന രീതിയിൽ ഇപ്പോൾ ഒരു വിശദീകരണമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് അന്നേ പറയാമായിരുന്നു, പക്ഷേ അന്നേയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ ചോദിക്കും, അതിന് നായന്മാർക്ക് നായ ഹറാമൊന്നും അല്ലല്ലോ, പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കും. കുറച്ചുകൂടെ കടത്തി ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. നായ ചെയ്യേണ്ട പണി നായ തന്നെ ചെയ്യണം, അല്ലാതെ സുകുമാരൻ നായർ ചെയ്യണോ എന്ന് ഒരുപക്ഷെ ചോദിച്ചേക്കാം. എന്തായാലും അത്തരം ചോദ്യങ്ങൾ ഇനിയാണെങ്കിലും സോഷ്യൽ മീഡിയ വഴി അയാൾക്ക് കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം അത്ര നല്ല മുതലാണല്ലോ അയാളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് തന്നെ വലിയ ഇഷ്ടമാണ്. നമ്മളത് സോഷ്യൽ മീഡിയ വഴി കാണുന്നുണ്ട്. ഇപ്പോൾ ഈ രീതിയിലെങ്കിലും ഇയാൾ മയപ്പെടാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചു. അവിടുത്തെ NSS എല്ലാം കൂടി ചേർന്നൊരു പുതിയ മന്നം സ്മൃതി മണ്ഡപം അവർ നിർമ്മിച്ചു. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. ആ ഉദ്ഘാടനം നടത്തിയത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്നു. അതായത് മുമ്പ് ഈ വിവാദത്തിൽ ഒരു കഥാപാത്രമായി ഉൾപ്പെട്ട അതേ വ്യക്തി. അദ്ദേഹം അവിടെ നല്ല കിടിലം പ്രസംഗം നടത്തി. മന്നം സമാധി എന്നത് എല്ലാവർക്കും വരാനുള്ള സ്ഥലമാണെന്നും, അല്ലാതെ ചിലർ വരണം ചിലർ വരണ്ട എന്ന് പറയേണ്ട സ്ഥലമല്ല മന്നം സമാധി എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ആ പ്രസംഗം നടത്തുമ്പോൾ അവിടെ സന്നിഹിതരായ മറ്റൊരു വ്യക്തി കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയായിരുന്നു. ഈ സുരേഷ് ഗോപിയും അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്തല്ല, അതിന് മുമ്പൊരിക്കൽ മന്നം സമാധി സന്ദർശിക്കാൻ വേണ്ടി അനുവാദം ചോദിച്ചപ്പോൾ അതിന് അനുവാദം കൊടുക്കാത്ത വ്യക്തിയാണ് ഈ സുകുമാരൻ നായർ എന്ന് ഓർക്കുക. അങ്ങനെ രണ്ട് വ്യക്തികൾ, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്ന വ്യക്തിയും അതേപോലെ തന്നെ CP രാധാകൃഷ്ണനും അതേപോലെ തന്നെ സുരേഷ് ഗോപിയും, ഈ രണ്ട് പേരും കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ ഒരാൾ ഉദ്ഘാടകൻ മറ്റൊരാൾ സാന്നിധ്യം. എങ്ങനെ കുരുപൊട്ടാതിരിക്കും ഈ പെരുന്നാ പോപ്പിന്? മാത്രമല്ല അതിൻ്റെ അപകടം അയാൾ തിരിച്ചറിയുന്നുണ്ട്. ഈ NSS തന്നെ സ്പ്ലിറ്റ് ആവാൻ, വലിയ രീതിയിൽ വിഘടിച്ചു പോകാനും ഒരുപക്ഷെ ഇതൊരു തുടക്കമായേക്കാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ വരും കാലങ്ങളിൽ ഡൽഹിയിലുള്ള ഈ മന്നം സ്മൃതി മണ്ഡപത്തിലാണ് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അതുപോലുള്ള കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരൊക്കെ സ്ഥിരമായിട്ട് പോവുകയും അവിടെ പുഷ്പാർച്ചനയൊക്കെ ചെയ്യുകയും ഈ പെരുന്നയിലുള്ള ഈ സ്മൃതി മണ്ഡപത്തിൽ അഥവാ സമാധിയിലേക്ക് ആരും വരാതിരിക്കുകയും ചെയ്താൽ പിന്നെ ഈ പെരുന്നയിൽ ഈ NSS ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരു നോക്കൂത്തിയെ പോലെ സുകുമാരൻ നായർക്ക് വെറുതെ ഇരിക്കാമെന്നേ ഉള്ളൂ. അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ പദവിക്കോ യാതൊരു വിലയോ പ്രസക്തിയോ പിന്നെ ഇല്ലാതായിപ്പോവും. അത് അയാൾ ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എത്രയോ ദിവസത്തിന് മുന്നേ അയാൾക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ അപ്പോൾ സമ്മതിക്കാഞ്ഞത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല, വ്യക്തിപരമല്ല. ഒരുപക്ഷെ നമുക്കത് ചർച്ച ചെയ്ത് NSSൻ്റെ ജനറൽ ബോഡിയൊക്കെ കൂടിയതിന് ശേഷം ഇങ്ങനെ നായയെ കൊണ്ട് അവിടെ പരിശോധിപ്പിക്കുന്നത് അനുവദിക്കാമോ എന്നൊക്കെ കൂട്ടായി ഒരു ആലോചനയൊക്കെ നടത്തിയതിന് ശേഷം നമുക്കതിലേക്കൊക്കെ പോകാം എന്ന് അയാൾക്ക് വേണമെങ്കിൽ നേരത്തെ തന്നെ പറയാമായിരുന്നു. അയാളത് പറഞ്ഞില്ല. ഇപ്പോൾ 8ൻ്റെ പണി കിട്ടും എന്നോ ഉറപ്പായപ്പോഴാണ് ഇങ്ങനെ നടു പതുക്കെ വളയ്ക്കാൻ തുടങ്ങിയത്. പോരാ, മുട്ടിലിഴയുന്ന ഒരു സുകുമാരൻ നായരെ വലിയ താമസമില്ലാതെ കാണേണ്ടി വരും. കാരണം എല്ലാ വിഭാഗം ആളുകൾക്കും അയാൾ ഭയങ്കര പ്രിയങ്കനായിരിക്കുകയാണല്ലോ. ഇടതുപക്ഷത്തിനും കൊള്ളാം, വലതുപക്ഷത്തിനും കൊള്ളാം, BJPക്കും കൊള്ളാം, സകലമാന ആളുകളെയും വെറുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അയാളും അയാളുടെ ഈ ജനറൽ ബോഡിയിലുള്ള കുറേ ആളുകളും അവരുടെ ശിങ്കിടികളും അല്ലാതെ ഒരാൾ പോലും ഇയാളെ അനുകൂലിച്ച് സംസാരിക്കുന്നത് നമ്മൾ നേരിട്ടോ സോഷ്യൽ മീഡിയയിലോ കാണുന്നില്ല. അത്ര മികച്ച മുതലാണ്. അതിനാൽ തന്നെ ഇപ്പോൾ അയാൾ ഭയപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മയപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ സുകുമാരൻ നായർ ഒരു സുപ്രഭാതം കൊണ്ട് നന്നാവുന്ന ലക്ഷണമൊന്നുമല്ല ഈ കാണുന്നത്. സ്വന്തം സ്ഥാനത്തിന് ഭാവിയിൽ ഒരു വിലയില്ലാതാവും എന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ ഇത്രയെങ്കിലും പറയാൻ അയാൾ തയ്യാറായത്.